നമസ്കാരം. സ്ത്രീകളുടെ ലൈംഗികാരോഗ്യം, സ്വയംഭോഗം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ തിരുത്താനും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകാനുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ലൈംഗിക സംതൃപ്തി എന്നത് എല്ലാവർക്കും ഒരുപോലെ അനുഭവവേദ്യമായ ഒന്നാണ്. സ്ത്രീകൾക്ക് സ്വയംഭോഗത്തിലൂടെയോ മറ്റു ഉത്തേജനങ്ങളിലൂടെയോ പൂർണ്ണമായ ലൈംഗിക സംതൃപ്തി ലഭിക്കില്ല എന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ്. കൃത്യമായ ഉത്തേജനങ്ങളിലൂടെ സ്ത്രീകൾക്കും ലൈംഗിക പ്രവൃത്തികളിൽ ആസ്വദിച്ച് പൂർണ്ണമായ സംതൃപ്തിയിലോ രതിമൂർച്ഛയിലോ അഥവാ ക്ലൈമാക്സിലെത്താൻ സാധിക്കും എന്നതാണ് ശാസ്ത്രീയമായ യാഥാർത്ഥ്യം. ലൈംഗിക ബന്ധത്തിലോ സ്വയംഭോഗത്തിലോ ഏർപ്പെടുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഡോപാമിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളും ന്യൂറോ ട്രാൻസ്മിറ്ററുകളും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരീരത്തിൽ ഈ ഹോർമോണുകളുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ് അവർക്ക് വലിയ തോതിലുള്ള സന്തോഷവും ലൈംഗിക സംതൃപ്തിയും നൽകുന്നത്. കൂടാതെ ഗർഭധാരണവും പ്രസവവും സ്ത്രീകളുടെ ശരീരപ്രകൃതിയിൽ സ്വാഭാവികമായ വ്യത്യാസങ്ങളുണ്ടാക്കുമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അണുബാധകളെക്കുറിച്ച് അഥവാ STDകളെക്കുറിച്ച് സംസാരിക്കാം. വായ, യോനി, പുരുഷലിംഗം, മലദ്വാരം എന്നീ ഭാഗങ്ങളിലൂടെ ബാക്ടീരിയകൾ വഴിയോ അല്ലാതെയോ അണുബാധകൾ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ശരീരഭാഗങ്ങൾ അണുബാധകളിൽ നിന്നും പൂർണ്ണമായും സുരക്ഷിതമായ ഒരു മേഖലയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് കുളിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ ശരീരശുചിത്വം പാലിക്കുകയോ ചെയ്തില്ലെങ്കിൽ എളുപ്പത്തിൽ മറ്റണുബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കേവലം ശരീരശുചിത്വം കൊണ്ട് മാത്രം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും തടയാൻ സാധിക്കില്ല. അനാവശ്യ ഗർഭധാരണവും രോഗബാധകളും ഒഴിവാക്കുന്നതിനായി കോണ്ടം ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതുണ്ട്. സ്വന്തം ശരീരത്തെയും അതിൻ്റെ ആവശ്യങ്ങളെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാമൂഹികമായ വിലക്കുകളെ മറികടന്ന് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നേടാനും സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ചുള്ള ഇത്തരം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാനും നമുക്ക് സാധിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.